ഉന്നതമായ ദറജയിലേക്കെത്തി. അല്ലാഹു ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ തിരുനോട്ടവും മദതും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ അഹിബ്ബാ ഇഷ്ടക്കാർ ഒരുമിച്ച് കൂടി അനുഭവങ്ങളും മഹാന്മാരുടെ കറാമത്തുകളും പറഞ്ഞ് ആസ്വദിക്കുകയും പാഠം ഉൾക്കൊള്ളുന്ന ഒരു സദസ്സുമാണ് ഈ സദസ്സ്. നേരത്തെ ജാഫർ വഹബി പറഞ്ഞതുപോലെ മഹാൻ ഈ ഉന്നതമായ ദറജയിലേക്ക് എത്തുവാൻ കാരണം തൻ്റെ രണ്ട് വലിയ ഗുരുക്കളായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു മഹാനരെയും ബഹുമാനപ്പെട്ട വണ്ടൂർ താജുൽ ഉലമ ശൈഖുന അവറുകളെയും അതിരറ്റം സ്നേഹിക്കുകയും അതിരറ്റം ആദരിക്കുകയും അവർ പഠിപ്പിച്ച, അവർ കാണിച്ചു കൊടുത്ത ആ പന്ഥാവിലൂടെ തെറ്റാതെ വളയാതെ പൊളയാതെ സഞ്ചരിച്ചപ്പോൾ അല്ലാഹു തആല ഉന്നതമായ ദറജയിലേക്ക് മഹാനരെ ഉയർത്തി. ഇനിയും അല്ലാഹു ആ മഹാത്മാവിനെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. പണ്ട് ഞാനും മഞ്ചേരി ദർസിൽ പഠിക്കുന്ന കാലത്ത് ഞാനും എൻ്റെ സഹപാഠികളും ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിനെ കാണാൻ വരും. പള്ളി ദർസിൽ പഠിക്കുമ്പോൾ പിന്നെ ഓരോരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ, ചായ കുടിക്കുക, നല്ല കടിയും കൂട്ടി കുടിക്കുക. അപ്പോൾ പാറപ്പള്ളി ഉസ്താദിൻ്റെ അടുത്ത് വന്നാൽ ആ പഴയ ചായപ്പിഞ്ഞാനുണ്ടാവും, അതിൽ ചായയും കിട്ടും, പിന്നെ ചിപ്സ് മിച്ചർ നല്ല കടിയും കിട്ടും. അപ്പം ഞങ്ങൾ മഞ്ചേരി ദർസിൽ നിന്ന് അസറിൻ്റെ ശേഷം ഇങ്ങോട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ ചായയും കടിയും കിട്ടും. പിന്നെ കുറേ പാട്ട് പാടി തരും. പിന്നെ ഞങ്ങളോടൊന്ന് പാടാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ മൂപ്പര് പാട്ട് പാടി എന്നോടൊന്ന് പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാലത്ത് ആലയത്തും ആ പാട്ട് പാടി. അങ്ങനെ പല പല അനുഭവങ്ങൾ. ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, നമ്മൾ കിടങ്ങുക തന്നെയാണ്. അപ്പം അന്ന് പറഞ്ഞു, ഇന്ന് രാത്രി ഇങ്ങോട്ട് കിടക്കാൻ വരണം പറഞ്ഞു. എനിക്ക് പേടിയായി. ഇന്നിൻ്റെ ഹാദിമ്യങ്ങളൊക്കെ പോയിന്. അന്നേരം അരീകോടൊക്കെ ഉണ്ടായിരുന്നു, കുറിപ്പല്ലേ, ഓലൊക്കെ പോയിന്ന് ആരുമില്ല, എനിക്ക് തുണക്കുകയായിരുന്നു. അങ്ങനെ അന്ന് വന്നു. ഞാൻ വന്നപ്പോഴേക്ക് ചെറിയൊരു അട്ടിപ്പാത്രത്തിൽ ഇറച്ചിയും പൊറാട്ടയും ഒക്കെ റെഡിയാക്കി വെച്ച് എന്നോട് പറഞ്ഞ് ആ ഇറച്ചി പൊറാട്ടയൊക്കെ തിന്നോറും. അങ്ങനെ പള്ളിൻ്റെ മൂല കാണി അവിടെ കടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഉസ്താദവറുകൾ അവിടെ പരിസരത്തുണ്ട്, ഞാൻ മൂലം കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഞാൻ പോകട്ടോ, അങ്ങനെ പെരയ്ക്ക് പോയി. അങ്ങനെ ഒരു അനുഭവം. ചില സമയത്ത് പഴയ കഥകൾ പറഞ്ഞു. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ മക്ബറയിൽ പോയി ആ മക്ബറയുടെ അകത്തുള്ള മഹാത്മാക്കളോട് മഹാൻ സംസാരിക്കും, ഇടപഴകും. അങ്ങനെ ആ മഹാൻ എന്നത് പറഞ്ഞു, പല കഥകളും പറഞ്ഞു. അല്ലാഹു തആല മഹാനുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതേപോലെ പല അനുഭവങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് മഹാൻ ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തി? അതേപോലെ നമുക്ക് സ്ഥാനങ്ങൾ മാത്രം പറഞ്ഞ് ആസ്വദിച്ചാൽ പോരല്ലോ. അവര് കാണിച്ചു തന്ന ആ സുന്ദരമായ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് ഈ ദറജകളെ തരട്ടെ. അല്ലാഹു തആല മഹാനരെ സ്നേഹിച്ച്, മഹാനരുടെ ഉസ്താദുമാരെ സ്നേഹിച്ച്, അവരെ കാണിച്ച ബന്ധാവിലൂടെ സുന്ദരമായി നടക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു